പൂവച്ചലിൽ തെരുവുനായ ശല്യം ഓരോ ദിവസവും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പകൽ സമയത്ത് പോലും കൊച്ചുകുട്ടികൾക്കോ മുതിർന്നവർക്കോ റോഡുകളിൽ ഇറങ്ങി നടക്കാൻ ഭയമാണ്. സ്കൂൾ തുറക്കരുതെന്ന് കൗൺസിലർമാരുടെ പ്രതിഷേധമാണ് നിലവിൽ നടക്കുന്നത്. പൂവച്ചൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമായതോടെ BJP CPM വാർഡ് കൗൺസിലർമാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരിക്കുകയാണ്. ഏത് പാർട്ടി ആയാലും ശരി, ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല എന്നാണ് ജനങ്ങളുടെ ആവശ്യം. അതായത് അവർക്ക് ഒരു പ്രശ്നവുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാത്ത രീതിയിൽ അവർക്ക് സ്വസ്ഥതയുമായിട്ട് സമാധാനത്തോടുകൂടി തെരുവുനായയുടെ ആക്രമണമില്ലാതെ റോഡിലേക്ക് ഇറങ്ങി നടക്കുക. അതാണ് ജനങ്ങളുടെ എക്കാലത്തെയും ആവശ്യം. കൂടാതെ സുരക്ഷിതമായി കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയണം എന്നുള്ളതാണ് രക്ഷിതാക്കൾ തന്നെ പറയുന്നത്. കാരണം സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ വീട്ടിലിരിക്കുന്ന രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന രക്ഷിതാക്കൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഭയമാണ് ഈ കൊച്ചുകുട്ടികളെ അടക്കം തെരുവുനായ ആക്രമിക്കുമോ എന്നുള്ളത്. നിലവിൽ തെരുവുനായ ശല്യം പൂർണ്ണമായി പരിഹരിച്ച ശേഷം മാത്രം സ്കൂളുകൾ തുറക്കാൻ അനുമതി നൽകണമെന്നാണ് BJPയുടെയും CPM നേതാക്കളുടെ ആവശ്യം. ജില്ലാ ഭരണകൂടം, വെറ്റിനറി ടീം, കവ ടീം എന്നിവർ സ്ഥലത്തെത്തിയ പ്രശ്നം പരിഹരിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് കൗൺസിലർമാർ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ കുഴക്കാട് വാർഡിൽ വീടിനകത്ത് നിന്നിരുന്ന 2 പേരുടെ കൈവിരൽ തെരുവുനായ കടിച്ചെടുത്തിരുന്നു. ഇവർ മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ മാസം കള്ളിക്കാട് മേഖലയിൽ മാത്രം 12 പേരെയാണ് തെരുവുനായ ആക്രമിച്ചത്. തുടർച്ചയായ ആക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് പ്രതിഷേധക്കാർ പറയുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ ഈ പുതിയ ഭരണസമിതി വന്നിട്ട് 6 മാസക്കാലമാകുന്നു. കഴിഞ്ഞ 5 മാസക്കാലത്ത് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യ പ്രശ്നങ്ങളും പന്നി ഫാം, അനധികൃത കോഴി ഫാം എന്നാണ് നമ്മുടെ അജണ്ട. ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കുന്നതിലേക്കുള്ള ഒരു സ്വാതന്ത്ര്യം ജീവിക്കാനുള്ള ഉണ്ടാക്കിയെടുക്കുക. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ 1 മാസക്കാലം കൊണ്ട് അനുഭവപ്പെടുന്നത് പഞ്ചായത്തിന് വിവിധ മേഖലകളിൽ 1 മാസം മുമ്പ് പീണകാവ് വാർഡിൽ ഒരു 11ഓളം പേരെ പേപ്പട്ടി കടിക്കുകയും ആ പേപ്പട്ടിയെ അവിടെ വെച്ച് ഒരു ദിവസം മരണപ്പെട്ട് കിടക്കുകയും കാഴ്ചയാണ്. എന്നാൽ ആ പട്ടി യാത്ര ചെയ്ത ഭാഗങ്ങൾ മുഴുവൻ യാത്ര എവിടേക്കാണോ ആ പേപ്പട്ടി സഞ്ചരിച്ച മേഖലയിലുള്ള എല്ലാ വീടുകളിലും കയറി വീടുകളിലെ പട്ടിയും തെരുവ് നായ്ക്കളെ ആ പട്ടി കടിക്കുകയുണ്ടായി. ആ പട്ടിയുടെ പേപ്പട്ടിയുടെ പേയ് ഈ പറയുന്ന 1 മാസക്കാലമായി ആ മുഴുവൻ പട്ടികളിലും വ്യാപിച്ചിരിക്കുന്നു. ഇന്നലെ കൊടക്കാട് ഭാഗത്ത് ഒരു വീട്ടിൽ താമസിച്ച 2 പേരുടെ, ഒരാളുടെ കാൽവിരലുകളും ഒരാളുടെ ഒരു സ്ത്രീയുടെ കൈവിരലും കടിച്ചെടുക്കുകയുണ്ടായി. അതോടൊപ്പം ഇന്ന് രാവിലെ വീരണകാവ് വാർഡിൽ ഒരു പേപ്പട്ടി മരണപ്പെട്ട് പഞ്ചായത്ത് ഉമ്മറെ വീട്ടിൽ, അത് അവിടെ എവിടെയോ മരണപ്പെട്ടതായിരിക്കാം, ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുകൊണ്ട് ജനപ്രതിയുടെ മുമ്പിൽ വീടിന് മുന്നിൽ കൊണ്ടിട്ടേക്കായിരിക്കുന്നു. പക്ഷേ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് ഒരു തീരുമാനം നിലയ്ക്ക് പഞ്ചായത്ത് ഭരണസമിതി വളരെ അനാസ്ഥതയാണ്. കഴിഞ്ഞ 5 മാസക്കാലമായി പന്നി ഫാമിനെതിരെയും അനധികൃതമായി പ്രവർത്തിക്കുന്ന കോഴി ഫാമിനെതിരെയും ഈ പറയുന്ന തെരുവുനായും പേപ്പട്ടി ശല്യത്തിനെതിരായിട്ട് നിരന്തരം അജണ്ടകൾ കൊടുക്കുകയും ഈ അജണ്ടകൾ ഒന്നും തന്നെ പഞ്ചായത്ത് ഭരണസമിതി ഉൾക്കൊള്ളിക്കാതെ പഞ്ചായത്ത് മാക്സിമം ഈ പറയുന്ന ചില കാര്യങ്ങൾ മാത്രം ലക്ഷ്യമായിക്കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി അജണ്ട നടപ്പിലാക്കുകയും ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന തരത്തിലാണ് ഇന്ന് പഞ്ചായത്തിന്റെ നിലപാട്. ഇപ്പോൾ നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഈ പേപ്പട്ടി ശല്യത്തിനെതിരായിട്ട് ഇന്ന് ജനങ്ങളെ ജൂൺ 1 സ്കൂൾ തുറക്കാൻ പോകുന്നു. നമ്മൾ ആവശ്യപ്പെടുന്നത് ഇന്ന് ഈ പറയുന്ന UPയിലും LPയിലും പഠിക്കുന്ന കുട്ടികൾ, ഈ പൂവച്ചൽ പഞ്ചായത്തിൽ സ്കൂളിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾ ജൂൺ 1 സ്കൂൾ തുറക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ എങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്യും? മറ്റ് സ്കൂളുകളിലാണെങ്കിൽ അവർ വാഹന സൗകര്യങ്ങളുണ്ട്. നടന്നു പോകുന്ന കുട്ടികൾ എങ്ങനെയാണ് ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നത്? അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ജൂൺ 1 പൂവച്ചൽ പഞ്ചായത്തിലെ സ്കൂളുകൾ തുറക്കുന്നത് ദയവ് ചെയ്ത് നമ്മൾ വിദ്യാഭ്യാസ ഡയറക്ടറോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഈ പൂവച്ചൽ പഞ്ചായത്തിലെ സ്കൂളുകൾ ഒരാഴ്ചക്കാലം സാവകാശ സമ്മേളനം തുറക്കാൻ. കാരണം ഈ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. അതിന്റെ മുന്നോടിയായിട്ട് കുട്ടികൾക്ക് സ്വതന്ത്രമായി സ്കൂളിൽ സഞ്ചരിക്കുന്നതിലേക്കായി ഒരാഴ്ചക്കാലം സ്കൂൾ തുറക്കുന്ന കാലം ഒരാഴ്ച വൈകിക്കുക. കുട്ടികളുടെ ജീവനും സ്വത്തും സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഈ പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ട് മാത്രമാണ് BJP ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് പഞ്ചായത്ത് പഠിക്കൽ ഇനി ഏതറ്റം വരെ സമരമുറ, ജനാധിപത്യ സംവിധാനത്തിൽ സമരമുറകളുമായി ജനകീയ സമരം എന്ന നിലയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ സ്വത്തും ജീവൻ സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലെ പഞ്ചായത്ത് ജനപ്രതിനിധികളും പഞ്ചായത്തിന് പ്രതിനിധാനം ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടി പ്രസ്ഥാനവും ഈ ജനങ്ങൾക്കൊപ്പമാണെന്നുള്ളതാണ് നമുക്ക് ഈ പറയാനുള്ളത്. ഒരൊറ്റ റിക്വസ്റ്റ് എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രദ്ധപ്പെടുത്തിയിരിക്കുന്നത് ഇന്നിപ്പോ അടിയന്തരമായി ഹെൽത്തിന്റെ, അതായത് വെറ്ററിനറി ഡോക്ടർ ജില്ലാ ഘടകം, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഈ പഞ്ചായത്ത് പ്രതിനിധികളും പഞ്ചായത്ത് ഭരണസമിതിയായി അടിയന്തര മീറ്റിംഗ് നടന്ന് അതിനൊരു ചർച്ച ചെയ്ത് ശാശ്വത പരിഹാരം കാണുന്നതിലേക്ക് കണ്ടാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. ഈ സമരം എത്ര കാലം വേണമെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാണ്. ഈ BJPയുടെ ഭാഗത്തു നിന്ന് ജനകീയ സമരം, ജനങ്ങളുടെ സ്വത്തിനും ജീവൻ സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര കാലം വരെ സമരം ചെയ്യുമെന്ന് ഉറപ്പു തരുന്നു.
തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരമായി മനുഷ്യജീവന് മുൻഗണന നൽകിക്കൊണ്ടുള്ള കർശന നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി കഴിഞ്ഞ മാസം പുറപ്പെടുവിച്ചത്. കൂടാതെ കർശന മാർഗനിർദ്ദേശങ്ങളും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. അതായത് ആക്രമണകാരികളായ നായകളെ ദയാവധം ചെയ്യാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള പൊതുസ്ഥലങ്ങളിൽ നിന്ന് അവയെ മാറ്റാനും കോടതി അനുമതി നൽകിയിട്ടുണ്ട്. മനുഷ്യജീവന് ആണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ മനുഷ്യനെ ആക്രമിക്കുന്ന നായകളെ ഉടൻ തന്നെ കൊല്ലാനുള്ള അനുവാദവും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. കൂടാതെ മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യം അത് സുപ്രീം കോടതി പ്രധാനമായി തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്. അത് ഹനിക്കാൻ പാടില്ല എന്നുള്ളതും സുപ്രീം കോടതി പറയുന്നുണ്ട്. കൂടാതെ പിടികൂടുന്ന നായ്ക്കളെ മുമ്പ് വിട്ടയച്ചിരുന്ന സ്ഥലങ്ങളിൽ തന്നെ തിരികെ വിടാതെ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഷട്ടറുകളിലേക്ക് മാറ്റാനും അടുത്തിടെ സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ആക്രമണകാരികളല്ലാത്ത നായകളെ ബന്ധീകരിക്കുകയും പേ വിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പുകൾ എടുക്കുകയും വേണം. ഇതിനായി രാജ്യത്തെ എല്ലാ ജില്ലകളിലും കുറഞ്ഞത് ഒരു അനിമൽ ബർത്ത് കൺട്രോൾ സെന്ററെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മാസം ആദ്യം പൂവച്ചലിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്കേറ്റിരുന്നത്. അത് ഈ മാസം മെയ് 1 തീയതിയോടുകൂടിയാണ്. പൂവച്ചൽ പഞ്ചായത്തിലെ 3 വാർഡുകളിലായിരുന്നു നായയുടെ ആക്രമണം നടന്നത്. വളർത്തു നായകളെയും കോഴികളെയും നായ ആക്രമിച്ചിരുന്നു. നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നിരുന്നു. നായ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നതായും വിവരങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ നിൽക്കുമ്പോഴാണ് പഞ്ചായത്ത് അധികൃതർ നായയെ പിടികൂടുന്നതിൽ ഒരു നടപടിയും എടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് 1.5 മാസത്തിലധികമായി അതിരൂക്ഷമായ പേപ്പട്ടികളുടെ ആക്രമണമാണ്. തെരുവുപട്ടികൾ സാധാരണ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ആക്രമണകാരികളെ ആയ പട്ടികളെ കൊല്ലാം, തെരുവുപട്ടികളെ കൊല്ലാമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതുപോലും വകവയ്ക്കാൻ, അതുപോലും കേട്ട് അതിനനുസരിച്ച് നടപടിയെടുക്കാൻ ഇവിടെ പൂവച്ചൽ പഞ്ചായത്തിലെ അധികാരികൾക്ക് കഴിയുന്നില്ല. ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു LDF പ്രതിനിധികൾ. ആ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ആ പ്രമേയം ചർച്ചയ്ക്കെടുത്തുകൊണ്ട് അടിയന്തര തീരുമാനമെടുത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ജില്ലാ ഭരണാധികാരികൾ, ജില്ലാ വെറ്റിനറി മെഡിക്കൽ ഓഫീസറും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പൂവച്ചലിലേക്ക് വരണം. അത്ര ഗുരുതരമാണ് ഈ പ്രശ്നം. കാരണം ഇന്നലെ വീട്ടിനകത്തിരുന്ന ഒരു വീട്ടമ്മയെയും അവരെ സഹായിക്കാൻ വന്ന ആ പട്ടിയുടെ ആക്രമണത്തിൽ അവരെ രക്ഷിക്കാൻ വന്നവരെയുമാണ് പട്ടി വിരലുകളെല്ലാം കടിച്ചെടുത്ത് കൊണ്ടുപോയി. ഒരു 2 ആഴ്ച മുമ്പാണ് പട്ടകുളം പ്രദേശത്ത്, വീരടകാവ് പ്രദേശത്ത് മനുഷ്യരുടെ മുഖത്താണ് പട്ടി കടിച്ചത്. ആക്രമണകാരികളായ തെരുവുനായ്ക്കൾ മനുഷ്യരെ കൊന്ന് ചോര കുടിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇന്നലെ കുടയ്ക്കാട് നടന്ന സംഭവം പരിശോധിച്ചാൽ അത് ഒരു കൊലപാതകം നടന്ന വീടിന് സമാനമായിട്ടാണ് ആ വീട്ടിൽ രക്തം കെട്ടിക്കിടന്നത്. ഇതൊന്നും കണ്ടിട്ടും ഇവിടെ ഒരു നടപടിയെടുക്കാൻ, അതിന് ശക്തമായ നടപടിയെടുക്കാൻ, ഒരു തീരുമാനമെടുക്കാൻ പൂവച്ചൽ പഞ്ചായത്ത് കഴിയുന്നില്ല. വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ഈ പഞ്ചായത്ത് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഏറ്റവും ഗുരുതരമായ പ്രശ്നം, ഇവിടെ മാലിന്യം കൊണ്ടുവരുന്നു, അതിന്റെ നടപടികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഈ വരുന്ന 1-ാം തീയതി സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പൂവച്ചലിലെ ഈ തെരുവ് നായ്ക്കളുടെ ആക്രമണവും പേപ്പട്ടി ശല്യവും അത് ഒന്ന് അവസാനിക്കുന്നതുവരെ സ്കൂൾ തുറക്കുന്ന നടപടി പൂവച്ചലിൽ കുറച്ചു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് തീരുമാനമെടുക്കണമെന്ന് ഞങ്ങൾ ഇന്ന് പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടു. ഇവിടെ എങ്ങനെയാണ് ഈ സാധാരണക്കാരന്റെ മക്കൾ നടന്നു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങളിൽ നമ്മുടെ സ്കൂളുകളിലേക്ക് മക്കളെ എങ്ങനെ നമുക്ക് വിശ്വസിച്ച് കൊണ്ടുപോകാൻ കഴിയും? ബൈക്കുകളിൽ 2 വീലറിൽ പോകുന്ന ആളുകളെ പട്ടികൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുകയാണ്. അതുപോലെ തന്നെ വീട്ടിലേക്ക് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ പോലും ആക്രമിക്കുകയാണ്. അപ്പൊ പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ ഈ ഒരു ഗൗരവം പരിഗണിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടത്തെ, ജില്ലാ വെറ്റിനറി മെഡിക്കൽ ഓഫീസർമാരെ, കാവ ടീമിനെ, ഇങ്ങനൊരു വലിയ ടീമിനെ പൂവച്ചലിലേക്ക് കൊണ്ടുവന്ന് ഈ ഗുരുതരമായിട്ടുള്ള പ്രശ്നം, ഇത്രയും രൂക്ഷമായിട്ടുള്ള പ്രശ്നം, ഇതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് ഈ പഞ്ചായത്ത് കമ്മിറ്റി ഉന്നയിച്ചത്. പക്ഷെ അതിനെയും ചിരിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട്, ലാഘവത്തോടു കൂടിയാണ് ഈ പഞ്ചായത്ത് ഭരണ നേതൃത്വം കൈകാര്യം ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സമരത്തിലേക്ക് പോകുന്നത്. ഈ സമരം ഇത് തുടക്കമാണ്. ഇന്ന് ജില്ലാ ഭരണാധികാരികൾ വന്ന് ഈ നടപടികൾ ആരംഭിച്ചിട്ടല്ലാതെ ഈ സമരം ഇന്ന് ഞങ്ങൾ അവസാനിപ്പിക്കില്ല. അത് ഇന്ന് വന്നില്ലെങ്കിൽ എന്നാണോ വരുന്നത് അന്ന് മാത്രമേ ഈ പഞ്ചായത്ത് ഓഫീസ് പൂട്ടൂ. അന്ന് മാത്രമേ ഇവിടെ മറ്റു കാര്യങ്ങളിൽ ഇവിടെ നടക്കാൻ വേണ്ടി കഴിയൂ. ഇത് ഞങ്ങളുടെ ശക്തമായ ഉറച്ച തീരുമാനമാണ്, ജനപ്രതിനിധികളുടെ തീരുമാനമാണ്. വലിയ രീതിയിലുള്ള ഒരു അപകടം സംഭവിക്കുമ്പോൾ മാത്രം അധികൃതർ കണ്ണു തുറന്നിട്ട് കാര്യമില്ല. ഒന്നും സംഭവിക്കാതെ ആദ്യമേ തന്നെ നോക്കേണ്ടത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരുടെയോ ഉത്തരവാദിത്തമാണ്.